ഹലോ ഗൈസ്, ഉപ്പും മുളകും ഈ പ്രേക്ഷകരോട് ചെയ്യുന്നത് വൻ ചതിയല്ലേ കൂട്ടുകാരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ 2 ദിവസത്തെ ആ ഒരു എപ്പിസോഡ്, കഴിഞ്ഞ 3 ദിവസം എപ്പിസോഡ്, 3 ദിവസത്തെ എപ്പിസോഡ്, അതായത് ശിവാനിയെ കാണുവാനില്ലാത്ത 2 എപ്പിസോഡ് ഉണ്ടായി. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ശിവാനിയുടെ കല്യാണം, ഇത്രയും എപ്പിസോഡുകളും സ്വപ്നം ആണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഒരു ഭയങ്കര നിരാശ തോന്നുന്നില്ല അല്ലേ? നമ്മുടെ ശിവാനിയെ കാണാതായ ആ ഒരു നിമിഷങ്ങളൊക്കെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. എന്ത് പറ്റി കാണും ശിവാനിയെ? ഇനി ഉപ്പുമുളകിലൊന്നും എന്നേക്ക് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും അപകടം പറ്റിച്ചതാണോ എന്നൊക്കെ വരെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? അത് സ്വപ്നമായിരിക്കുംന്ന് യാതൊരുവിധ ഇതും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശിവാനി രക്ഷപ്പെട്ടു പോരും എന്നുള്ളൊരു രീതിയിലായിരുന്നു പ്രേക്ഷകർ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അത്രയും വലിയൊരു സ്വപ്നവും കൂടെ നമ്മുടെ ഉപ്പും മുളകും ടീം നമ്മളുടെ പ്രേക്ഷകരുടെ തലയിലോട്ട് കുത്തിക്കയറ്റി വെക്കും എന്നുള്ള, ഇങ്ങനെ ഒരു ചതി ചെയ്യും എന്നുള്ളത് ഒട്ടും നമ്മൾ വിചാരിച്ചില്ല അല്ലെ? പിന്നെ ആണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ്, കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ്, അതും നമ്മുടെ സിദ്ധു അളിയൻ എന്താ പറയാ, ഷിബുവിനെയും നമ്മുടെ ശിവാനിയുടെയും കല്യാണം നടത്തി കൊടുക്കുന്നത് നമ്മുടെ കേശുവിന്റെ സ്വപ്നം, പാറുക്കുട്ടിയുടെ സ്വപ്നം, കേശുവിന്റെ സ്വപ്നം, ഇനി ആരുടെ സ്വപ്നമായിരിക്കും നമ്മുടെ ഉപ്പും മുളകിൽ വരാൻ പോകുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇനി ഇങ്ങനത്തെ സീരിയസ് കാര്യങ്ങൾ കാണിച്ചാൽ നിങ്ങൾ ഓർത്തോ കൂട്ടുകാരെ, ആരുടെയൊക്കെ സ്വപ്നം തന്നെയാണ്. നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആണെങ്കിൽ ലക്ഷ്യമില്ല, അതിന്റെ എല്ലാ കുറവും ഉണ്ട്. നമ്മുടെ പാറുക്കുട്ടി കുറച്ച് കുട്ടികളെയൊക്കെ വിളിച്ച് അവരുടെ സ്കൂളിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ലാസ്റ്റ് നമ്മുടെ സിദ്ധുവളിയും നമ്മുടെ പാറുക്കുട്ടിയുടെ കൂടെ ഉണ്ടെന്നുള്ള പോലെ അഭിനയിക്കുന്നു, ലാസ്റ്റ് കൈയൊടിയുന്നു. അങ്ങനത്തെ നിസാര നിസാര സീനുകളെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ. എന്തായാലും നമുക്ക് നോക്കാട്ടോ. എന്നിരുന്നാൽ കൂടിയും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇനി ഉപ്പും മുളകും ടീം നമ്മളെ പ്രേക്ഷകരെ ഇങ്ങനെ മണ്ടന്മാരാക്കരുത് എന്നേ പറയാനുള്ളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.